ഇറാൻ്റെ 90% എക്കണോമിക് ആക്ടിവിറ്റി, അതായത് ഓയിൽ എക്സ്പോർട്ട് ചെയ്യുന്നതും അത് ലോഡ് ചെയ്യുന്നതും അതേപോലെ ഗ്യാസ്, ഇതൊക്കെ ലോഡ് ചെയ്യുന്ന പോർട്ടാണ് ഈ പറയുന്ന ഖർക്ക്. ഈ ഐലൻഡ് എങ്ങനെയായിരിക്കും അമേരിക്കൻ സേന പിടിച്ചെടുക്കുന്നത്? മനസ്സിലാക്കുക. ട്രയൽ സ്റ്റാർട്ട് ചെയ്തു. അമേരിക്കൻ സേന, അതായത് അവരുടെ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റായ ഹെർക്കുലീസ് 130, അതേപോലെ തന്നെ 170, ഇതെല്ലാം ഖർഗ് ഐലൻഡിന് മുകളിൽ കൂടെ പറന്നു തുടങ്ങി. അതായത് ട്രയൽ പൊസിഷനിലാണ്. അതായത് ഈ എടുക്കുന്നതിന് മുമ്പ് ഒരു ഹോംവർക്കുണ്ട്. ആ സംഭവം അമേരിക്കൻ സേന അവരുടെ ഇറാഖ് ബേസിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം പല പത്രങ്ങളും ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഏത് രീതിയിലായിരിക്കും അമേരിക്ക ഇത് പിടിച്ചെടുക്കുന്നത്. അതായത് നിങ്ങൾ പല അമേരിക്കൻ ഹോളിവുഡ് സിനിമകൾ കണ്ട് കാണും. നേവി സീൽസ്, സേവ് ദ പ്രൈവറ്റ് റയാൻ എന്നൊക്കെ പറഞ്ഞ ഗ്ലോബലായിട്ട് ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് ഓടിയ സിനിമകളാണ് ഇതൊക്കെ. സേവ് ദ പ്രൈവറ്റ് റയാൻ എന്ന് പറയുന്നത് ഫ്രാൻസിൽ നിന്ന് ജർമ്മനിയുടെ കയ്യിൽ നിന്ന് ഫ്രാൻസിനെ പിടിച്ചെടുക്കുന്നതാണ് കടലിൽ കൂടെ പോയിട്ട്. 1980, അതായത് അടുത്ത സമയത്ത് അവർ ഇതേപോലുള്ള ഐലൻഡ് അമേരിക്കൻ സേന പിടിച്ചെടുത്തിട്ടുണ്ട്. മനസ്സിലാക്കുക, അമേരിക്കൻ പാരാട്രൂപ്പേഴ്സ് എയർബോൺ ഡിവിഷൻ എന്ന് പറയുന്നത് ലോകത്തെവിടെയും 18 മണിക്കൂറിനുള്ളിൽ ഇതേപോലെ റാപ്പിഡായിട്ട് ഒരു ഐലൻഡിൽ പോവുക, അവിടെ സംഭവങ്ങൾ പിടിച്ചെടുക്കാൻ സർവ്വസജ്ജമായിട്ട് നിൽക്കുന്ന അവർക്ക് പാരാട്രൂപ്പേഴ്സ് ഉണ്ട്, എയർബോൺ ഡിവിഷൻസ് ഉണ്ട്. അവർക്ക് ഏകദേശം 10,000-ഓളം ആൾക്കാരാണ്, അമേരിക്കൻ സൈനികരാണ് ഈ ഓപ്പറേഷനിൽ ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ട് പങ്കെടുക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം അമേരിക്കയുടെ കയ്യിലുള്ള വെപ്പൺസ്, അതേപോലെ തന്നെ നേവിയിൽ കടലിനകത്തുള്ള, അതേപോലെ തന്നെ ഓരോ സംഭവങ്ങളുടെ ഒരു അപ്പർ ഹാൻഡ് ഗ്ലോബലായിട്ട് അവർക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ടെക്നോളജി വൈസ് ആണെങ്കിലും എക്യുപ്മെൻറ്റ് വൈസ് ആണെങ്കിലും അവരെല്ലാ രാജ്യങ്ങളെക്കാളും മുകളിൽ തന്നെയാണ്. പിന്നെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള മാൻ പവർ അവരുടെ കയ്യിലുണ്ട്.